മുങ്ങി മരിക്കാൻ പോയ വെള്ളച്ചാട്ടാണ്. ഇതിന്റെ ഒരു സ്ക്രൂ ഉരിപ്പ്. എന്ത് നല്ല സ്ഥലം ഇത്. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ എന്താ പരിപാടി എന്ന് വെച്ചാൽ, ശരിക്കും ഇന്നല്ല, നാളെ രാവിലെയാണ് പരിപാടി. നാളെ രാവിലെ ഞങ്ങൾ 4 പേരും കൂടെ വയനാട് പോകണം. ഞാനും വിങ്കിയും നിവേദും പിന്നെ അബയും കൂടെ. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു. അതിനെക്കൊണ്ട് എവിടെ വയനാട് പോകണമെന്നൊരു പ്ലാനുമില്ല. നാളെ രാവിലെ ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നാളെ രാവിലെ അവിടെ ചെന്നിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് തീരുമാനിക്കാം എങ്ങോട്ട് പോകണമെന്ന്. രാവിലത്തെ തണുപ്പ് ഒരു രക്ഷയില്ല. ഇപ്പോൾ തന്നെ 23 ഡിഗ്രി എന്നാണ് കാണിക്കുന്നത്. വയനാട് ഇനിയിപ്പോൾ എന്തോരം തണുപ്പുണ്ടാവുമെന്ന് ഒരു ഐഡിയ ഇല്ല. 6 മണിക്കാണ് തുടങ്ങിയത്, പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് തന്നെ 8:30. നമ്മൾ വയനാട്ടിൽ നിന്ന് 900 കണ്ടി പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തത്. നമ്മൾ ലക്കിടി വ്യൂ പോയിന്റിലെത്തി. തണുപ്പ് മാത്രമല്ല, ഇവിടെ വല്ലാത്തൊരു കാറ്റാണ്. വരുന്ന വഴി രണ്ട് ലോറി ബ്രേക്ക് ഡൗൺ ആയി. ഇവിടെ 23 ഡിഗ്രി ഉള്ളു, പക്ഷേ കാറ്റടിക്കുന്നുണ്ട് കൂടെ. അതിനെക്കൊണ്ട് വല്ലാത്തൊരു തണുപ്പാ. ഇതിന്റെ ഒരു സ്ക്രൂ ഉരിപ്പ്. ഇനി ഫെയറിങ് വീഴുമെന്നാണ്. എടാ, നിനക്ക് ചൂടറിയുന്നില്ലേ? നമ്മള് എങ്ങോട്ടാ വന്നേ? നമ്മള് 900 കണ്ടി വഴി ചെമ്പ്രയിൽ പോവാണ്. ഒന്ന് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ? കാപ്പി എങ്ങനെയുണ്ട്? പോകുന്നതിന്റെ കൂടെ ഒരു ടീ പ്ലാന്റേഷൻ കണ്ട് ആഹാ എന്ത് രസം. ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ നിർത്തി പോയിട്ട് ഇനിയിപ്പോൾ 900 കണ്ടി പോകും. 10 മണിയാകുമ്പോൾ എത്തുമെന്നാണ് സംശയം. അമ്മീ, ആഹാ എന്ത് ബ്യൂട്ടിഫുൾ സ്ഥലം. നമ്മളിപ്പോൾ ലക്ഷറിയസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പോകണം. എന്താ, നമ്മൾ ഇന്നലെ രാത്രി ചക്കിലാട്ടിയ എണ്ണ വെച്ചുണ്ടാക്കിയ ചപ്പാത്തിയാണ് അല്ലേ? ചപ്പാത്തി. ഇദ്ദേഹമാണ് ഷെഫ്. ചപ്പാത്തി എന്താണ് കറി? എന്താണ്? മുട്ടക്കറിയാണ്. ഇനി നമ്മള് ശുദ്ധമായ തേയില കൊണ്ട് ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ തന്നെ പോവാണ്. നമ്മളിവിടുന്ന് വേഗം ഇറങ്ങേണ്ടതുണ്ട്. കാരണം അവിടുന്ന് ആൾക്കാരൊക്കെ എന്തോ സൗണ്ട് ഉണ്ടാക്കുന്നു. വേഗം പോയില്ലെങ്കിൽ ചിലപ്പോൾ അടിയിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ജീപ്പ് ട്രക്കിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ഇവിടുന്ന് 6 കിലോമീറ്റർ. നിരാശനാണോ? അതെ, വളരെയധികം. അതെ ഗൈസ്, ഞങ്ങള് വളരെയധികം നിരാശയിൽ അകപ്പെട്ടിരിക്കുകയാണ്. നിരാശരാണ്. കാരണം ഞങ്ങള് പോകാൻ ഉദ്ദേശിച്ച 2 സ്ഥലങ്ങളും കൂട്ടിപ്പോയി. തട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ നമ്മളല്ല, ഇവനും അവന്റെ അമ്മയും രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമ്മൾ ചെറിയ നിരാശയിലാണല്ലേ? എന്തുകൊണ്ട്? ടിക്കറ്റ് കിട്ടിയില്ല. ചെറുതായിട്ട് ഈ വണ്ടിയുടെ ഒരു ക്യാപ്പ് തെറിച്ചുപോയി. ആ വണ്ടീൻ്റെ ഒരു സ്ക്രൂ തെറിച്ചുപോയി. കുഴപ്പമില്ല, ഏതായാലും മെക്കാനിക്കിന്റെ ഷോപ്പിൽ കാണിക്കണം. 2 സ്ഥലത്ത് നമ്മൾ പോകാൻ പോയി. 2 സ്ഥലത്തും ടിക്കറ്റ് ക്ലോസ് ആയി. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പൊട്ടിയത്. നമ്മള് കാന്തമ്പാറ വാട്ടർഫോൾസ് അവിടെ പോയി നമ്മൾ എൻജോയ് ചെയ്യും. ഫൈനലി നമ്മളെ സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ അവിടുന്ന് ആ ഉള്ളിൽ കണ്ടോ, അവിടെ നിന്ന് റൈറ്റിലോട്ടാണ് വെള്ളച്ചാട്ടം. പക്ഷെ വെള്ളത്തിന് ഫോഴ്സ് വളരെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? എന്താ സംഭവിക്കുന്നത്? സ്ഥലം കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഞാൻ മുങ്ങി മരിക്കാൻ പോയ വെള്ളച്ചാട്ടാണ്. കയറ് പിടിച്ചിറങ്ങണല്ലേ? ഇവിടെ ഭയങ്കര സ്ലിപ്പറിയാണ് ഗൈസ്. എന്ത് നല്ല സ്ഥലം ഇത്. യെസ്, ഇനി നമ്മൾ അവിടെ ഇറങ്ങുന്നു, കുളിക്കുന്നു. ഗൈസ്, എനിക്ക് ഈ സ്ഥലമായിട്ട് നല്ല മെമ്മറി ഉണ്ട്. കാരണം ചെറുപ്പത്തിൽ ഞാൻ പണ്ട് മുങ്ങി മരിക്കാൻ പോയതാ. അവിടെയല്ല, ഇവിടെ ഭയങ്കര മെമ്മറീസ് ഉണ്ട്. ഞാൻ പണ്ട് ഇവിടുന്ന് മീൻ പിടിച്ചിരുന്നു. തോർത്ത് വെച്ചിട്ട് ഞാനും എൻ്റെ ഏട്ടന്മാർ. ഗൈസ്, നമ്മൾ അതീവ രഹസ്യമായി പാന്റ് മാറ്റാൻ പോവുകയാണ്. അല്ല, നമ്മളല്ല, ഇവൻ അതീവ രഹസ്യമായി പാന്റ് മാറ്റാൻ പോവുകയാണ്. ആരും കാണാൻ പാടില്ല, ആരും കാണില്ല, പേടിക്കണ്ട. കണ്ണട വയ്ക്കോ? നിവേദിന് തീരെ ഒരു താല്പര്യമില്ല നമ്മളോട് വരാൻ. നിവേദ്, നീ ഇൻട്രോവേർട്ട് ആവാൻ പാടില്ല. നിവേദ ഫോക്കസ് ഓൺ ഗോൾസ്, ഓൺലി ഗോൾസ്. നിന്റെ ഗോളാ, നിന്റെ കണ്ണ്. എടാ, നമ്മൾ എൻജോയ് ചെയ്യാനാണ് വന്നത്, വേറെ ആരെയും നോക്കരുത്. ഇവിടെ മലയാളികളെക്കാളും കൂടുതൽ തമിഴന്മാരും കണ്ണടിക്കാൻ. മസനഗുഡിക്ക് ഈ വൈബ് കിട്ടുമോ? ഇല്ല, മസനഗുഡിക്ക് இந்த വൈബ് கிடைக்காது.
അയ്യോ ആൾക്കാരുടെ അടി വാങ്ങി തരും. ഞാൻ അങ്ങോട്ട് പോയച്ച വരാം, നിങ്ങൾക്ക് അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഗൈസ്, പോകുന്ന വഴി ഒരു കൊച്ചരുവി. മൈക്കിൽ കിട്ടുന്നുണ്ടോ അറിയില്ല, വെള്ളം കയറിയുണ്ട് മൊബൈലിൽ. ഓ എടാ, ഇവിടെയൊക്കെ നല്ല വഴുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ഥലമല്ലേ ഇത് ഉണങ്ങിയായിട്ട് തോന്നില്ല, ഇവിടെ നല്ല വഴുക്കലുണ്ട്. അങ്ങോട്ട് പോണോ? അങ്ങോട്ട് പോണ്ടല്ലോ. ഇത്രയും നേരം നമ്മൾ നിരാശപ്പെട്ടെങ്കിലും ഇപ്പൊ നമ്മൾ വർത്തായിട്ടുള്ള സംഭവത്തെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായി നമ്മൾ നമ്മൾ എങ്ങോട്ടാ? മുത്തങ്ങ എവിടെ നമ്മൾ പോകുന്നത്? മുത്തങ്ങ ഫോറസ്റ്റിന്റെ ആ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഇവിടെ നിന്ന് വീണ്ടും ഫുഡ് കഴിച്ച് നമ്മൾ പോകാൻ പോകുന്നു. വീണ്ടും എന്ത് ഫുഡ് കഴിക്കും? മന്തി, ചപ്പാത്തി. അതെ, നേരത്തെ ചപ്പാത്തി ബാക്കിയുണ്ട്. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മള് കൊടുക്കാൻ പോവുകയാണ്. നിരാശനാണോ ഇവിടെ നീന്താൻ പറ്റാഞ്ഞത്? അതെനിക്കറിയാം താങ്കൾ എന്തിനാ സന്തോഷിക്കുന്നതെന്ന്. വെയിലത്ത് ഉണക്കാൻ നിന്നിട്ട് ഇപ്പോ കുരഞ്ഞു കുത്തി ഇനിയിപ്പോ നമ്മള് പോവുകയാണ്. ഓക്കെ, പിങ്കി എല്ലാവരും തിരിച്ച് ഡ്രസ്സിലേക്ക് കയറി. പക്ഷെ ഞാനിപ്പോഴും നിക്കറിൽ തന്നെ. ഇത് ചേരുന്നുണ്ട് കേട്ടോ, ഇത് പെർമനന്റ് ആക്കുന്നു. അതിസാഹസികമായി ജിൻസൺ കയറി വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഗൈസ്, നിങ്ങൾ വയനാട് വരികയാണെങ്കിൽ ബൈക്കിൽ വരണം. തന്നെ അതാണ് സീന്. അടിപൊളിയാണ്. കാറിൽ വന്ന എക്സ്പീരിയൻസ് കിട്ടില്ല. ഇത്രയും ചെലവ് ചുരുങ്ങിയൊരു ബഡ്ജറ്റ് നമ്മൾ വെജിറ്റബിൾ കുറുമയാണ് മേടിക്കുന്നത്. രാവിലത്തെ ചപ്പാത്തി ഇപ്പോഴും ബാക്കിയാണ്. ഗൈസ്, ഞങ്ങൾ രാവിലെ അൺബോക്സ് ചെയ്ത ചപ്പാത്തി വീണ്ടും അൺബോക്സ് ചെയ്തു. അതല്ല, ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ മിനറൽ വാട്ടർ പോലും വാങ്ങിയില്ല. നമ്മൾ എന്താ ചെയ്തത്? പമ്പിൽ നിന്ന് വെള്ളം വാങ്ങി. അതെ, പമ്പിൽ നിന്ന് വെള്ളം വാങ്ങി. അവിടെയും നമ്മൾ പൈസ ലാഭിച്ചു. കൊല്ലംകാരാണെന്ന് പറയരുത്, നമ്മൾ കൊയിലാണ്ടിയാണ്. പക്ഷെ ഇതൊരു ബഡ്ജറ്റായി വന്നു. എന്തായാലും ഞങ്ങൾ വിചാരിച്ചതാണ്. ഞങ്ങളെ കെട്ടുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ഭാഗ്യവാന്മാരല്ല, ഭാഗ്യവതികളാണ്. കാരണം നമ്മൾ അത്രയും ചെലവ് ചുരുക്കി. ഗൈസ്, ആന എടാ ഒറ്റയ്ക്കാണല്ലോ നിക്കുന്നേ, അത് വരുമോ ഇങ്ങോട്ട്? അതിർത്തി കഴിഞ്ഞ് ഇപ്പോ നമ്മള് കർണാടകയിലാണല്ലേ. ഇതിപ്പോ പറഞ്ഞാൽ ഒരുപാട് ജീവിയൊന്നും കണ്ടില്ല. കുറച്ച് മാന്. ഗൈസ്, അവിടെ ഒരു കാക്ക, വൈൽഡ് ഫോറസ്റ്റ് വൈൽഡ് ക്രോ. എടാ, ഒരു കാട്ടുകുരങ്ങൻ സല്യൂട്ട് അടിക്കുന്നു. ഗൈസ്, കാട്ടുതീ. ഓ, സിംഹാളം പറഞ്ഞ മുഴുവൻ മരത്തിന്റെ മുകളിലോട്ട് കയറി. പൈസ കിട്ടുന്നില്ലടാ. ഓ ഗൈസ്, വരുന്ന വഴി ബോച്ചയുടെ വണ്ടി സ്പോട്ട് ചെയ്ത്. എടാ, നീ ഒന്ന് അതിന്റെ അടുത്ത് പോയെന്ന് നിന്റെ സൈസ് നോക്കാനാ. ഗൈസ്, ഞാൻ അവിടെ പോയെന്ന് സൈസ് കാണിച്ചു. ഞാൻ തന്ന വണ്ടിയല്ലേ? വണ്ടിലോറി നോക്ക്, ഇത് വിഷയം. 400 ലിറ്ററിന്റെ ടാങ്കോ? നമ്മളെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീട്ടിലെത്തിയില്ല. നമ്മൾ ലക്കിടി വ്യൂ പോയിന്റ് എത്തി. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം എത്രയും 8 മണിയാവാനായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. വയനാട് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നല്ല ക്ഷീണം. മുടിയെല്ലാം കൂടെ എന്തൊക്കെയോ അവസ്ഥയായി. ഇനിയിപ്പോ എങ്ങോട്ടാ? ഇനിയിപ്പോ നമ്മള് വീട്ടിലേക്ക് പോകണം. ഞാൻ വിചാരിച്ച എന്താ വെച്ചാല് 2 സ്ഥലം കഴിഞ്ഞേരം ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. കാരണം 2 സ്ഥലം ടിക്കറ്റ് ക്ലോസ് അല്ലേ. ടിക്കറ്റ് ക്ലോസ് ആയതിനെ കൊണ്ട് വല്ലാത്തൊരു അലമ്പായിരുന്നു. പിന്നെയുള്ള 2 സ്ഥലങ്ങൾ അത് വർത്തായി. പിന്നെ നമ്മള് വൈവാക്കി. കാരണം എങ്ങോട്ടായിരുന്നു? വെള്ളച്ചാട്ടം. അത് വല്ലാത്തൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നിവേദ് ഇറങ്ങിയില്ല. നിവേദ് വായി നോക്കി. പിന്നെ മുത്തങ്ങ പോയി കുറച്ച് ജീവികളെ കണ്ടു. നിങ്ങൾ വിചാരിക്കും കുറെ ജീവികളെ കണ്ടു. നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്തിനാണ് ഇത്രയും പൈസ ചെലവാക്കി ഇങ്ങോട്ടൊക്കെ പോകുന്നത്, പ്രാന്താന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇത് എന്തോ ഒരു രസാണ്. നിങ്ങളെന്തായാലും വയനാട് വന്ന് ബൈക്കിൽ തന്നെ വന്ന് നോക്കണം. കാറിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു രസമില്ല, ഇത്ര ഇതുണ്ടാവില്ല. കാരണം നല്ല സുഖമാണ്. നല്ല തണുപ്പൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ഗൈസ്, നമ്മളിത് ഈ പരിപാടി കാപ്പി പിടിച്ച് അവസാനിപ്പിക്കുകയാണ്. അവൻ കുറച്ച് സ്റ്റാൻഡേർഡാ. അവൻ ഹോർലിക്സിന്റെ ആളാണ്. ഇനി നമ്മൾ പക്ക ലോക്കൽ. ഇനി നമ്മൾ അവിടെ നിന്ന് ഒരു നല്ല ചൂടുള്ള കോഴിമുട്ട കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതായിരിക്കും.